ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റിച്ച്മണ്ട് പാർക്ക്, ലണ്ടനിലെ റിച്ച്മണ്ട് പാർക്കിൽ വന്നാണ് മാനിനെ കാണാനായിട്ട്. നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ അമ്മയൊക്കെ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ മാനെ കാണാൻ വേണ്ടി നമ്മൾ നടന്നിങ്ങനെ ഇപ്പോൾ ഏകദേശം മാനിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട് വിനോജ്, രജിത, ശ്രുതിയൊക്കെ ഉണ്ട്. അങ്ങനെ മാനിനെ കണ്ടു ഫ്രണ്ട്സ്, കണ്ടില്ലേ? മാൻ കൂട്ടത്തോട് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ, മാനെല്ലാം ഇങ്ങനെ ചെവിയൊക്കെ കൂർപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ, പുള്ളിമാൻ്റെ ഒരു കൂട്ടമാണ്, ഒരു 10-25 ഉണ്ട്. കണ്ടില്ലേ ഫ്രണ്ട്സ്, നമുക്ക് ലണ്ടനിലെ റിച്ച്മണ്ട് പാർക്ക് അടുത്ത് ഇതുപോലെ മാനിനെ കാണാം. അതല്ലേ, ഒരുപാട് മാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഒരു അരമണിക്കൂർ ദൂരമേ ഉള്ളൂ. റിച്ച്മണ്ട് പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ പാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ചില സ്ഥലങ്ങളിലാണ് മാനുള്ളത്. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് മാനിനെ കാണാൻ പറ്റും. റിച്ച്മണ്ട് പാർക്ക് നമ്മുടെ ലണ്ടനിലെ റോയൽ പാർക്കുകളിലെ ഏറ്റവും വലിപ്പം കൂടിയ പാർക്കാണ്. അതിൻ്റെ വലിപ്പം വന്നിട്ട് 2300 സംതിങ് ഏക്കറാണ് ഇതിൻ്റെ വലിപ്പം. അല്ലാത്ത പാർക്കുകളുടെ വലിപ്പം നോക്കുമ്പം ഇത് രണ്ടാമത്തെ വലിപ്പം കൂടിയ പാർക്കാണ് ലണ്ടനിലെ. അതായത് ലീ വാലി പാർക്കാണ് ഒന്നാമത്. അത് ഏകദേശം 10,000 ഏക്കറുണ്ട്. പക്ഷേ ലീ വാലി പാർക്ക് ലണ്ടനകത്ത് മാത്രമല്ല സ്ഥിതി ചെയ്യുന്നത്, അതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അത് N25 പുറത്ത്, അതായത് ഔട്ടർ ലണ്ടനിലേക്കും കൂടെ നീണ്ടു കിടക്കുന്ന പാർക്കാണ് ലീ വാലി പാർക്ക്. റിച്ച്മണ്ട് പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടില്ലേ, ഇഷ്ടംപോലെ മാനുണ്ട്. അതായത് പുള്ളിമാനും കൊമ്പുള്ള മാനും അങ്ങനെ പല തരത്തിലെ മാനുകളുണ്ട്. ഇതിങ്ങനെ പല പല ഗ്രൂപ്പായിട്ടാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് കണ്ടില്ലേ, ഇതൊരു ഗ്രൂപ്പാണ്. കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ. ഒരു 2300 ഏക്കർ നിറയെ ഇങ്ങനെ മരങ്ങളും മാനും ചെറിയ അരുവികളും ചെറിയ കുളങ്ങളും അതിൽ കുറേ താറാവും പിന്നെ അതുപോലെ കുറച്ച് പറവകളും അങ്ങനെ കുറച്ച് ജീവികളൊക്കെ ഉണ്ട്. അങ്ങനെ എന്ത് രസമാണെന്നറിയാം. ഇവിടെ നമ്മൾ സൈക്ലിങ്ങിനോ അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് കറങ്ങാനൊക്കെ പോകണ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. കാർ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ്. ഇതിൽ 5-6 ഗേറ്റ് ഉണ്ട്. അപ്പം ഈ ഓരോ സ്ഥലത്തൂടെയും കയറുമ്പം കുറേ പാർക്കിങ്ങുകളുണ്ട് ഇതിനകത്ത്. അപ്പം പാർക്കിംഗ് ഫ്രീ ആണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ പാർക്കിംഗ് ഡേ ടൈമിൽ മാത്രമേ ഉള്ളൂ. അതായത് പിന്നെ വണ്ടി കയറാനുള്ള ഗേറ്റ് ഈവനിങ് ആകുമ്പോൾ അടയ്ക്കും. ഡേ ടൈമിൽ മാത്രമേ ഉള്ളൂ വണ്ടി ഇങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷേ സൈക്ലിങ്ങും നടന്നുമൊക്കെ പോകുന്നവർക്കുള്ള ഗേറ്റ് 24 ഹവേഴ്സും ഓപ്പൺ ആണ്. ഒരു ഡേ ടൈം സ്പെൻഡ് ചെയ്യത്തക്ക രീതിയിൽ വരുവാണെങ്കിൽ അടിപൊളിയാണ്. നമ്മൾ കുറച്ച് ഫുഡൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഫുഡൊക്കെ കഴിച്ച് അതുപോലെ മാനിനെയൊക്കെ കണ്ട് നല്ല റിലാക്സ് ചെയ്ത് അടിപൊളിയായിട്ട് തിരിച്ചു പോകാൻ പറ്റും. ലണ്ടൻ്റെ അകത്ത് തന്നെ ഇത്രയും വലിയൊരു പാർക്കും അത് നിറയെ ഇത്രയും മാനെന്നൊക്കെ ആദ്യം കേട്ടപ്പം വലിയൊരു അതിശയമായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്, നല്ല രസമാണ്. അപ്പം നിങ്ങൾ ലണ്ടൻ്റെ പുറത്തൊക്കെ ആണെങ്കിലും ലണ്ടനൊക്കെ കറങ്ങാൻ വരുമ്പം കുറച്ച് സമയം ഉണ്ടെങ്കിൽ റിച്ച്മണ്ട് പാർക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. ലണ്ടൻ്റെ അകത്തുള്ളവർക്ക് തീർച്ചയായിട്ടും എപ്പോഴും വിസിറ്റ് ചെയ്യാവുന്നൊരു സ്ഥലമാണിത്. കണ്ടില്ലേ, ഇങ്ങനെ ആൾക്കാരൊക്കെ വട്ടം കൂടി എന്നിങ്ങനെ മാനിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അവർക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല, കാരണം ഇതുപോലെ ഒരാൾക്കാരെയൊക്കെ എപ്പോഴും കാണുന്നതാണ്. നല്ല രസമുണ്ട് ഇങ്ങനെ മാൻ ചാടുന്നതൊക്കെ കാണാൻ. കണ്ടില്ലേ, എന്താ ഒരു ഭംഗി. നമ്മൾ ഇത്രയും അടുത്ത് ഇറങ്ങി ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ മാനിനെ ഒന്നും. ഞാനിവിടെ റിച്ച്മണ്ട് പാർക്കിൽ വന്നതിന് ശേഷമാണ് ഇത്ര അടുത്ത് മാനിനെയൊക്കെ കാണുന്നത്.
ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ റിച്ച്മണ്ട് പാർക്കിൽ വന്ന് മാനിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മുടെ പാർക്കിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാനിനെയൊക്കെ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ബൈ.